എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി സഭാപ്രസംഗി 3-ാം അധ്യായം 11-ാം വാക്യം. സഭാപ്രസംഗി 3:11. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മളെല്ലാവരെയും കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവം. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം അതിനോട് ചേർത്ത് വായിക്കാം. അവൻ സകലവും നന്നായി ചെയ്തു. വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം അത് മുഴുവൻ സംഗ്രഹിക്കുന്ന ഒരു ചെറിയ വാക്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഇത് രണ്ടും ഇത് ആഴമായി ധ്യാനിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥവ്യാപ്തി നമ്മളെ കൂടുതൽ അമ്പരിപ്പിക്കും. സഭാപ്രസംഗിയായി അറിയപ്പെടുന്ന ശലോമോൻ സകലരെക്കാളും ജ്ഞാനിയായിരുന്നു. വളരെ മനോഹരമായി സകലവും ചെയ്യാൻ പ്രത്യേകമായ കഴിവും ആസ്തിയും തൊഴിലാളികളും ഉണ്ടായിരുന്നു. ആ ജ്ഞാനിയുടെ കണ്ടെത്തലാണ് നമ്മൾ ആദ്യം വായിച്ചത്. സകലവും നന്നായി ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിനെല്ലാം അതതിൻ്റേതായ സമയവുമുണ്ടെന്ന് അദ്ദേഹം അനുഭവിച്ചു. 3 തലക്കെട്ടുകളായി ഈ വാക്യത്തെ നമ്മളൊന്ന് വേർതിരിച്ചാൽ, ഒന്ന് സകലവും എന്നതൊരു ചെറിയ വാക്കാണെങ്കിലും നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ വചനത്തിലുടനീളം ഈ വാക്ക് നമുക്ക് കാണാൻ കഴിയും. സകല എന്നതിനും അപ്പുറത്തേക്ക് യാതൊരു ചിന്തയ്ക്കും വകയില്ല. ചില ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സകലത്തിനും മുൻപേ ഉള്ളവനത്രേ. കൊലോസ്യർ 1:17. സകലവും അവൻ മുഖാന്തരവും അവനായും സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ 16-ാം വാക്യത്തിൽ സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യോഹന്നാൻ 1:3. ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകിയിരിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അവൻ സകലത്തിനും അവകാശിയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. ഈ ദൈവം എന്നെ ശക്തനാക്കുന്നത് കൊണ്ട് ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന് വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും കർത്താവിനാൽ നമുക്കും നൽകപ്പെടുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ കൊലോസ്യർ 1:10 നമ്മൾ വായിക്കാൻ നമുക്ക് സാധിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കണം. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി ബലപ്പെടണം. ആകാശത്തിൻ്റെ കീഴിൽ സകല സൃഷ്ടികളോടും ഘോഷിക്കാൻ സുവിശേഷം തന്നിട്ടുണ്ട്. അത് സകലത്തിനും മേലായി സകല മഹത്വത്തോടും ജ്ഞാനത്തോടും കൂടെ ഘോഷിക്കപ്പെടണം. നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് സകല നാമത്തിനും മേലായി സകല മഹത്വവും നിറഞ്ഞവനായതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന നമ്മളെല്ലാവരും സകല ജ്ഞാനത്തിലും വിവേകത്തിലും നിറഞ്ഞവനായിരിക്കണം എന്നതാണ് ദൈവിക പദ്ധതി. സകല ജാതികളോടും സകല ജ്ഞാനത്തോടും കൂടെ അവിടുത്തെ നാമം ഘോഷിക്കുകയും വേണം. അതുമാത്രമല്ല, ഒരു വലിയ പോരാട്ടം നമുക്കുണ്ട്. അത് വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. പോരാട്ടത്തെ തടയാനും കീഴടക്കാനുമുള്ള സർവായുധവർഗം ധരിക്കേണ്ടിയിരിക്കുന്നു.
അക്കൂട്ടത്തിൽ എല്ലായ്പ്പോഴും ധരിക്കേണ്ട മൂർച്ചയേറിയ ഒരു ആയുധമുണ്ട്. അത് സകല പ്രാർത്ഥനയാലും യാതനയാലും ഏത് നേരത്തിലുമുള്ള ആത്മാവിലെ പ്രാർത്ഥനയാണ്. ചുരുക്കി പറഞ്ഞാൽ, സർവശക്തൻ്റെ പദ്ധതി നിറവേറപ്പെടാനായി സമർപ്പിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ നിയന്ത്രണത്തിലാണ്. അതതിൻ്റെ സമയത്ത് എന്നതാണ് രണ്ടാമത്തെ ഭാഗം. ദൈവം പ്രവർത്തിക്കാൻ ഒരുമ്പെടുമ്പോൾ അവിടുത്തേക്ക് തൻ്റെ വഴികളും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും മാത്രമല്ല, അവിടുന്ന് മാത്രം അറിയുന്ന ഒരുക്കപ്പെട്ട ഒരു സമയമുണ്ട്. തോന്നുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പ്രകൃതിയിൽ അവിടുന്ന് സൃഷ്ടിച്ച സകല സസ്യത്തിനും പൂക്കാനും കായ്ക്കാനും ഇല കൊഴിയാനുമെല്ലാം അതതിൻ്റെ സമയമുണ്ട്. മൃഗങ്ങൾക്കും എല്ലാ ജന്തുക്കൾക്കും എല്ലാ കാര്യത്തിനും അതിൻ്റെ സമയവും കാലവും ഉണ്ട്. കാലങ്ങളും അവസ്ഥകളും പ്രകൃതി നിയമങ്ങളും അതിൻ്റെ സമയത്ത് സംഭവിക്കത്തക്കവണ്ണം ദൈവം എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. 104 സങ്കീർത്തനത്തിൽ തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് സകല മൃഗങ്ങളും ദൈവത്തെ കാത്തിരിക്കുന്നു എന്ന് വായിക്കുന്നു. ദൈവം കൊടുത്താലേ അവയ്ക്ക് കിട്ടുകയുള്ളൂ. അത് തക്ക സമയത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ വാക്യങ്ങളുടെ മുൻപിൽ ഒരു ചെറിയ വിവരണം കൊടുത്തിരിക്കുന്നു. അവയിൽ കാട്ടുമൃഗങ്ങളും കുഴിമുയലും കാട്ടാടുകളും ബാലസിംഹങ്ങളും കാട്ടുകഴുതയും പെരിഞ്ഞാറ പക്ഷികളും തുടങ്ങി സമുദ്രത്തിലെ സകല ജീവജാലങ്ങളെയും കുറിച്ച് പറയുന്നു. ഇവയ്ക്കെല്ലാം വൈവിധ്യമായ ഭക്ഷണം തക്ക സമയത്ത് ഒരുക്കി കൊടുക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. രാത്രിയിൽ സഞ്ചരിക്കുന്നവയും പകൽ സഞ്ചരിക്കുന്നവയുമുണ്ട്. വളരെ വ്യത്യസ്തമായ ഭക്ഷണവും സംരക്ഷണവുമാണ് ഇവയ്ക്കെല്ലാം ദൈവം ഒരുക്കുന്നത്. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തത്സമയത്ത് അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സകല ജീവജാലങ്ങളോടും അവയ്ക്കായി ഒരുക്കപ്പെട്ട സമയത്ത് വിശ്വസ്തത പുലർത്തുന്ന സർവജ്ഞാനിയായ ദൈവമാണ് നമ്മുടെ ദൈവം. പുതിയ ഒരു ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ ആശങ്കകളുടെയും ആവലാതികളുടെയും മധ്യത്തിൽ സകലതും അതതിൻ്റെ സമയത്ത് നിവർത്തിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ഉറപ്പ് ആവശ്യമാണ്. മൂന്നാമത് കാണുന്നത് ഭംഗിയായി ചെയ്യുന്നു എന്നാണ്. അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് പെർഫെക്റ്റായി ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം തുറക്കുന്ന വാതിലടയ്ക്കാൻ ആർക്കും കഴിയില്ല. ദൈവം ഒരുപക്ഷെ വാതിലടച്ചാൽ അത് തുറക്കാനും നമുക്ക് കഴിഞ്ഞു എന്ന് കരുതേണ്ടതില്ല. തക്ക സമയത്ത് സകലവും നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. പലപ്പോഴും നമ്മുടെ സമയത്ത് എന്തെങ്കിലും ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില മനപ്രയാസങ്ങൾ നമ്മളെ തളർത്തിക്കളയും. എന്നാൽ നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയം നമ്മുടെ ആവശ്യത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പിതാവായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോടു കൂടെ ജീവിപ്പാനും ആരാധിപ്പാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യമാണ്, പുണ്യമാണ്. നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുന്ന് തക്ക സമയത്ത് സകലവും നന്നായി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമെന്ന് ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. പുതിയ ഒരു ദിനത്തിൻ്റെ പ്രഭാതത്തിലടിയങ്ങളായിരിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളുമെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവിക പദ്ധതി പ്രകാരം അവിടുത്തെ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നതിനായും സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ആശങ്കകൾ ഒഴിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ അടിയുറച്ച് ആശ്രയിപ്പാനുള്ള കൃപ നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും
വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കരുതിയ കർത്താവിൻ്റെ കരം തുടർന്നും എല്ലാവരോടും കൂടെ ഇരിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക ജ്ഞാനവും തികവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.